ഹൈ ഓൾ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെല്ലാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ബിടെക് ഉള്ള ആളുകൾ കൃത്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. നിശ്ചിത യോഗ്യതകളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചെറിയ സംശയങ്ങളുണ്ടാവും. അപ്പോൾ തൊട്ട് മുന്നേ നടന്ന കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയുടെ സിലബസ് തന്നെയാണ് അതിൻ്റെ ആധാരം. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അതിൻ്റെ പരീക്ഷകൾ നടന്നിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടന്നു. അതിൽ നിന്നൊക്കെ ലിസ്റ്റ് വന്നിപ്പോൾ ആളുകൾ നിയമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ പരീക്ഷയും അതോടൊപ്പം തന്നെ നടന്നിരുന്നു. രണ്ടിനും സെയിം സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ ഏതാണ്ട് അതേ സിലബസ് അടിസ്ഥാനമാക്കി നമുക്ക് ഈ പുതിയ പരീക്ഷയ്ക്കായിട്ടും പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷ എഴുതിയവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആദ്യം ഒരു PSC ഒരു സിലബസ് പബ്ലിഷ് ചെയ്തു, ഒരു പരീക്ഷ ഡേറ്റും പബ്ലിഷ് ചെയ്തു. അതിനുശേഷം കുറേ പ്രതിഷേധങ്ങളൊക്കെ കാരണം സിലബസ് മാറ്റി പരീക്ഷയുടെ സാധാരണ PSC അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ സിലബസ് മാറ്റി പരീക്ഷയുടെ തീയതിയും അപ്പുറത്തോട്ട് കുറച്ച് മാറ്റി. അപ്പോൾ അങ്ങനെ റിക്രൂട്ട്മെന്റ് നടന്ന ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ തവണത്തേത്. അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ബ്രാഞ്ചുകാർക്കും, മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ തന്നെ കെമിക്കൽ 3 പേർക്കും ഒരുപോലെ പ്രാധാന്യം വരുന്ന രീതിയിലാണ് PSC അന്ന് ആ ഒരു സിലബസ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതേ സിലബസ് ആണ് നമ്മൾ ഇവിടെയും പഠിക്കേണ്ടത്. കാരണം നമ്മുടെ മുന്നിൽ മറ്റൊരു സിലബസ് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാഠഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് എന്തിനും ചോദിക്കുക, പുതിയ ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ വൈസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്കും ചോദിക്കുക. അപ്പോൾ ആ സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 4 പാർട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത്. 25 മാർക്ക് വീതമുള്ള 4 ഭാഗങ്ങളാണ് ഈ സിലബസിലുള്ളത്. എന്താണ്? സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 മാർക്കുണ്ട്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 മാർക്കുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 മാർക്കുണ്ട്. അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്നും 25 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ പരീക്ഷയായിട്ടാണ് കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ഇതിന് വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ സിലബസ് നോക്കിയാൽ മനസ്സിലാവും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ 25 മാർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ 25 മാർക്ക് എന്നൊക്കെ പറയുന്നത് ഈ മെക്കാനിക്കലിലെ സിവിലിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ അതേ സിലബസ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴെപ്പോഴും കൃത്യമായിട്ട് സമയം കൊടുത്ത് കൃത്യമായിട്ട് ഈ വെയിറ്റേജ് നോക്കി സമയം കൃത്യമായി ഡെഡിക്കേറ്റ് ചെയ്ത് വേണം ഇതിന് പഠിക്കാനായിട്ട്. വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കരുത്. കൃത്യമായി സിലബസ് നോക്കി എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, മാത്രമല്ല വെയിറ്റേജും കൂടെ നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 മാർക്കിന്റെ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ ഒരിക്കലും കളയാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിലബസ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സ്ട്രക്ചർ അനാലിസിസിൽ 4 മാർക്കാണ്. MOSൽ നിന്നും അതുപോലെ തന്നെ സ്ട്രക്ചർ അനാലിസിസ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് MOSന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ തുടങ്ങി ഈ പറഞ്ഞ സ്ട്രക്ചറൽ അനാലിസിസിന്റെ കുറച്ച് കാര്യങ്ങളും ഏറ്റവും അവസാനമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. 4 മാർക്ക് MOSൽ നിന്നാണ്. ദെൻ അടുത്ത ഒരു ഭാഗമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗും ക്ലബ് ചെയ്ത് 4 മാർക്കിന് കൊടുത്തിരിക്കുകയാണ്. മെക്കാനിക്കലിന്റെ ഭാഗത്തും ഫ്ലൂയിഡ് മെക്കാനിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുക. ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെക്കാനിക്കൽ, സിവിൽ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് പഠിക്കുക. ഈ പറഞ്ഞ ബേസിക് ആയിട്ട് ഫ്ലൂയിഡിന്റെ സ്റ്റാറ്റിക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ തുടങ്ങി കുറേ കാര്യങ്ങൾ, ടർബൈൻസ്, പമ്പ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓപ്പൺ ചാനൽ ഫ്ലോയും ഇതിനുള്ളിലുണ്ട്. ദെൻ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഹൈഡ്രോളജിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. കുറച്ച് ഈ പറഞ്ഞ നമ്മുടെ എന്താണ് സ്ട്രീം ഫ്ലോ റിക്വയർമെൻറ്റ്, ദെൻ ഈ പറഞ്ഞ റിസർവോയർ, അത്തരം കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓപ്പൺ വെല്ല് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണോ സിലബസിലുള്ളത് ആ കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കുക. ദെൻ അടുത്തൊരു മൊഡ്യൂള് സർവേയിങ് ആൻഡ് ലെവലിംഗ് ആണ്. അതും ഒരുപാടുണ്ട്. ഈ പറഞ്ഞ സർവേയിങ്, ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ്, വാലുവേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ മൊഡ്യൂളുകളാണ്. പക്ഷേ 4 മാർക്കാണ് ആകെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ബേസിക്സ് ഓഫ് സർവേയിങ്, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ്, ഏരിയ വോളിയം കമ്പ്യൂട്ടേഷൻ, ദെൻ ലെവലിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ, ദെൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ, GPS ഒക്കെ പറയുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ കുറേ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ സിലബസിൽ പറയുന്നത് മാത്രം ഇതിനകത്ത് നിങ്ങൾ പഠിക്കുക. ദെൻ 4ാമത്തെ മൊഡ്യൂൾ വലിയ ടോപ്പിക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. 3 വലിയ മൊഡ്യൂളുകളാണ്. പക്ഷേ ആകെ 3 മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുക. ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി
ഒരുപാട് സമയം നിങ്ങൾ അതിൻ്റെ പിന്നിൽ ചിലവഴിക്കരുത്. ജസ്റ്റ് ബേസിക് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് അത് നോക്കി പഠിക്കുകയാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ടിമ്പർ, മോർട്ടാർ, അയൺ ആൻഡ് സ്റ്റീൽ, സ്ട്രക്ചറൽ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺക്രീറ്റ് ഉണ്ട്. ദെൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് മേസൺറി, ലിൻഡൽസ്, ആർച്ചസ്, ഡോർസ്, വിൻഡോസ്, സ്റ്റേഴ്സ്, എലിവേറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം കൂടെ 3 മാർക്കാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്ത മൊഡ്യൂൾ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. RCC ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൺക്രീറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ദെൻ ഈ പറഞ്ഞ കാൻഡിലിവർ സ്ലാബ്, ദെൻ കോളം സെൻറ്റർ കംപ്രഷൻ, എഫക്റ്റീവ് ലെങ്ത്, ഷോർട്ട് കോളം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിലും 4 മാർക്കാണ് ഈ ഭാഗത്തുനിന്നും ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ 6ാമത്തെ മൊഡ്യൂളായിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ വാസ്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷനും സോയിലിൻ്റെ പ്രോപ്പർട്ടിയും മറ്റുമൊക്കെ ഇതിനകത്തുണ്ട്. അതിനും എത്ര മാർക്കാണ്? 4 മാർക്കാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ 7ാമത്തെ മൊഡ്യൂളാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് വലിയ ടോപ്പിക്കാണ്. ആകെ 2 മാർക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ച് നിങ്ങൾ സമയം കളയരുത്. അവസാന നിമിഷം വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി. ഏത് ഭാഗത്തു നിന്നും അതിൽ നിന്ന് ചോദ്യം വരാം. ഹൈവേസ് കൊടുത്തിട്ടുണ്ട്, ദെൻ പേവ്മെൻറ്റ്സ്, ദെൻ ടൗൺ പ്ലാനിങ്, കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ 2 മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2ാമത്തെ പാർട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ 1ാമത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 3 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. അധികം ടോപ്പിക്കുകളില്ല ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ, പക്ഷേ 3 മാർക്ക് അതിനുണ്ട്. അത് നിർബന്ധമായിട്ടും അത് പഠിക്കുക. അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. 2ാമത്തെ മൊഡ്യൂൾ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. നമ്മുടെ നേരത്തെ പഠിച്ച മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പോയിസൺസ് റേഷ്യോ, ഇലാസ്റ്റിക് കൺസ്ട്രെയിൻസ് ഒക്കെ അവിടെ പഠിച്ചതാണ്, വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ സയൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ്, മെറ്റൽസ്, അതുമായി ബന്ധപ്പെട്ട ഫേസ് ഡയഗ്രാം, TTT ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. അതിന് 4 മാർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ 3ാമത്തെ മൊഡ്യൂൾ മെക്കാനിക്കലിൽ വരുന്ന ഏതാണ്? മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കുണ്ട്. ഗിയർ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വൈബ്രേഷൻസ്, ഗിയറും അതുപോലെ തന്നെ വൈബ്രേഷൻസും ആണ് പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനുള്ളത്. 6 മാർക്ക് അതിനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. 4ാമത്തെ മൊഡ്യൂൾ FM ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. FM ഹീറ്റ് ട്രാൻസ്ഫർ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ നമ്മുടെ സിവിലിൻ്റെ ഭാഗത്ത് കണ്ട ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ പക്ഷേ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷന്, ഫുയൽ ഹീറ്റ് കണ്ടക്ഷന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസ്റ്റലേഷൻ വരെയുള്ള കാര്യങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് അധികം ബുദ്ധിമുട്ടില്ല, കൃത്യമായിട്ട് ഇത് പഠിക്കുക. 6 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന്. ദെൻ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് 6 മാർക്കുണ്ട്. മാനേജ്മെന്റ്, ഹ്യൂമൻ റിലേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് വരും. ദെൻ ബഡ്ജറ്റിങ്, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലിൻ്റെ കൂടെയാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വെച്ചിരിക്കുന്നത്. സാൻഡ് കാസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇൻഡസ്ട്രിയലിനൊപ്പം കാസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം ആലോചിക്കുക. അതിനൊപ്പം കുറച്ച് മെഷീൻ ടൂൾസും പറഞ്ഞിട്ടുണ്ട്. മില്ലിങ്, ടേണിങ്, ഗ്രൈൻഡിങ്, ഷേപ്പിംഗ്, ഡ്രില്ലിങ്, വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങൾ. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC മെഷീൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ മെക്കാനിക്കലിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നീട് കെമിക്കലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 25 മാർക്ക് കെമിക്കലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ 1ാമത്തത് പാർട്ടിക്കിൾ ടെക്നോളജി, ക്രഷിങ്ങും ഫിൽട്രേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രി ആണ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസും ഇതൊക്കെ കണ്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ, ഇപ്പം കെമിക്കൽ പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരിക. അതിന് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷന് 3 മാർക്കുണ്ട്. ഈ പറഞ്ഞ കുറേ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഈ മെഷറിംഗ് ഡിവൈസസ് ആണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. മറ്റ് സിവിലുകാരും മെക്കാനിക്കലും കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്. ദെൻ പ്രോസസ് കൺട്രോൾ, അതിനകത്ത് ഈ പറഞ്ഞ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഒക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിന് 3 മാർക്കാണ്. മാസ് ട്രാൻസ്ഫറിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. 6 മാർക്കുണ്ട്. ഡിഫ്യൂഷൻ, അബ്സോർപ്ഷന്, ഡ്രൈയിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരും. 6 മാർക്ക് മാസ് ട്രാൻസ്ഫറിൽ നിന്ന് നമുക്ക് കാണാനുണ്ട്. ദെൻ പോളിമർ ടെക്നോളജിയിൽ നിന്ന് 5 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇവിടെ ഉണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. പോളിമറൊക്കെ വളരെ വലിയ സബ്ജക്റ്റ് ആണ്, പക്ഷേ സിലബസിൽ കൊടുത്തിട്ടുള്ളത് മാത്രം 5 മാർക്കിനായിട്ട് പഠിക്കുക. അവസാനമായിട്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നുള്ള നിലയിൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് 15 മാർക്കിന് ഒരു മൊഡ്യൂളായിട്ടും. ദെൻ വാട്ടർ 2ാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് 10 മാർക്കിന്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം എന്നുള്ളത് കൊണ്ട് അവർ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ട് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സിവിലുകാരൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് പഠിക്കുക. ഇതിനകത്ത് എന്തൊക്കെ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. വാസ്റ്റായിട്ടുണ്ട്, പക്ഷേ അതിന് 25 മാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഒരു ഭാഗത്തിന് കൊടുക്കുക. 25 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കുറേ പുതിയ ടോപ്പിക്കുകളും ഈ ഭാഗത്തുനിന്ന്
കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നാച്ചുറൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ്, വേസ്റ്റ് വാട്ടർ റിക്ലമേഷൻ, റീയൂസ്, അതൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിലബസ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസ്. ഈ സിലബസ് മുന്നിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മികച്ച അവസരമാണ്. എല്ലാവർക്കും മറ്റ് പോസ്റ്റുകളിലുള്ള എല്ലാവർക്കും ഇതിന് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം വിനിയോഗിക്കുക, നന്നായിട്ട് പഠിക്കുക. ഒരു ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും i+ന്റെ കോഴ്സ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.